അമിതവണ്ണം കുറയ്ക്കുന്നതിന് സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ സഹായകമാണോ? ഈ വിഷയത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കോസ്മെറ്റിക് സർജൻ ഡോക്ടർ ഹരി മേനോൻ സംസാരിക്കുകയാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. കോസ്മെറ്റിക് സർജറിയിൽ ഏറ്റവും കോമൺലി ആൾക്കാർ വരുന്നത് ഫാറ്റ് റിഡക്ഷൻ. എവിടെയെങ്കിലും കൊഴുപ്പടിഞ്ഞ് ബോഡി ഷേപ്പിൽ അതൊരു പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ അത് മാറ്റി കുറച്ചും കൂടെ നോർമൽ ഷേപ്പായി അതിലൂടെ ഒരു കോൺഫിഡൻസ് ട്രിമ്മായിട്ടിരിക്കുക, ഒരു ലുക്കൊക്കെ നന്നാവുക. അതാണിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ്മെറ്റിക് സർജറി. ഏറ്റവും നല്ലത് നാച്ചുറലായിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ മെത്തേഡ്സ് നോക്കി എന്നിട്ടും വെയിറ്റ് കുറഞ്ഞു, പക്ഷേ ചില ഭാഗങ്ങളിൽ പോകുന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇത് ഏറ്റവും നല്ലത്. അതല്ലാതെ ചിലർ ഒരു ഇനീഷ്യൽ ഒരു ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിനായിട്ട് ആദ്യം ഒന്ന് ലൈപ്പോസക്ഷൻ ചെയ്ത് വെയിറ്റ് കുറച്ചു, അതിൽ നിന്നൊരു കോൺഫിഡൻസ് കിട്ടി, പിന്നെ ഡയറ്റും എക്സസൈസും ഒക്കെ തുടർന്ന് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അങ്ങനെ രണ്ട് രീതിയിലാണ് ആൾക്കാർ വരാറുള്ളത്. ഒന്നുകിൽ സ്വയം വെയിറ്റ് കുറച്ചു എന്നിട്ടും പോകാത്ത ഫാറ്റ് മാറ്റുക, അതല്ലെങ്കിൽ ആദ്യമേ കുറച്ച് ഫാറ്റ് ഉണ്ട് ഇതെങ്ങനെ പോകും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാരണം അത് ആദ്യം ലൈപ്പോസക്ഷൻ ചെയ്ത് മാറ്റി കോൺഫിഡൻസിലൂടെ പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ രണ്ട് സെഗ്മെൻറ്റാണ് വരാറുള്ളത്. മെയിൻലി ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പ് പീരീഡിൽ നമ്മൾ ചില പാരാമീറ്റേഴ്സൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്, അതെല്ലാം സാറ്റിസ്ഫാക്ടറി ആയതിനു ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പാടുള്ളൂ.